ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ നമ്മുടെ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പാർട്ട് ബി ആയിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സെക്കൻഡ് മോഡ്യൂൾ, അതായത് മേജർ ഫെയിലിയേഴ്സ് ഇൻ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓടിച്ച് നോക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പറേഷൻസും ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണെന്ന് അറിയാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫ്രെയിംവർക്ക്, കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോകേണ്ടത്, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയറിലേക്കാണ്. സോ മേജർ കോർപ്പറേറ്റ് ഗവേണൻസ് ഫെയിലിയറിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ കോർപ്പറേറ്റ് ഫെയിലിയർ നമ്മൾ മനസ്സിലാക്കണമല്ലോ. യെസ്, എന്താണ് കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത്? കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ when company fails to meet the expectations of customers അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, കമ്പനിയെ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാനായിട്ട് കമ്പനി ഫെയിൽ ആവുമ്പോഴാണ് കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിക്കുന്നത്. ഓക്കെ, ബൈ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ് ദ കമ്പനി ക്യാൻ ജനറേറ്റ് വാട്ട് ആഡിക്വേറ്റ് ക്യാഷ് ഫ്ലോ ആൻഡ് റീപേ ക്രെഡിറ്റേഴ്സ്. അതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡിറ്റേഴ്സിനാണെങ്കിലും അതിൻ്റെ കസ്റ്റമേഴ്സിനെ ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ തോൽക്കുമ്പോഴാണ്, അതിലൊരു വീഴ്ച സംഭവിക്കുമ്പോഴാണ് കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിച്ചു എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മേജർ സിംറ്റംസ്, വിസിബിൾ സിംറ്റംസ്, ഒരു കോർപ്പറേറ്റ് ഫെയിലിയർ നടക്കുന്നു എന്നുള്ളതിൻ്റെ മേജർ വിസിബിൾ ആയിട്ടുള്ള സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് റിട്ടേൺസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ഇൻസോൾവൻസി, ബാങ്ക്രപ്സി. ഇത് നമ്മുടെ ആ ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്തതാണ്. ആൻഡ് അതിൽ തന്നെ പറയുന്നൊരു കാര്യമാണ് ഫ്രോഡ്. ഫ്രോഡ് എന്ന് പറയുന്നത് പ്രൈം റീസൺ ഫോർ ദ കോർപ്പറേറ്റ് ഫെയിലിയർ, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ആയാലും കസ്റ്റമേഴ്സിൻ്റെ ആയാലും അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻസ് ഫെയിൽ ആവുന്നതിനൊരു പ്രൈമറി റീസൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഫ്രോഡാണ്. ഫ്രോഡ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. ബട്ട് വൺസ് അഗെയിൻ, ഒബ്റ്റൈനിങ് അസറ്റ്സ് ഓർ സംതിങ് ഫ്രം അതേഴ്സ് ഇല്ലീഗലി ബൈ യൂസിങ് ദ ട്രിക്സ് ആൻഡ് വെൽസ്. ഇറ്റ് ഈസ് എ ട്രിക്ക് യൂസ്ഡ് ഫോർ പേഴ്സണൽ ഗെയിൻ. ഇൻറ്റൻഷനലി മറ്റൊരാളെ എന്ത് ചെയ്യാൻ വേണ്ടി, ഡിഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഡിസെപ്ഷൻ, കോൺഫിഡൻസ്, കണ്ണിങ് ഓർ ട്രിക്കറി, അങ്ങനെ 3 കാര്യങ്ങളാണ്. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് മാത്രമാണ്. എന്താണ് കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ വിസിബിൾ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും എഴുതാനായിട്ട് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ദെൻ നമുക്ക് കുറച്ചധികം കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ് എക്സാമ്പിൾസ്, റിയൽ കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ് നടന്നിട്ടുള്ളതിൻ്റെ കുറച്ചധികം എക്സാമ്പിൾസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കുക. അത് ഹിസ്റ്ററിക്കലി അതെന്താണ്, അവിടെ എങ്ങനെയാണ് ആ ഒരു കമ്പനി ക്രിയേറ്റഡ് ആയത്, ആ കമ്പനിയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നും അധികം കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ല. ജസ്റ്റ് വായിച്ചു വയ്ക്കുക. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോയിന്റ്സ് ഏതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ BCCI UK, അതായത് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ്റർനാഷണൽ. ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ആൻഡ് കൊമേഴ്സ് ഇൻ്റർനാഷണൽ ഇതൊരു ഇൻ്റർനാഷണൽ ബാങ്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ചാൽ സെർവിങ് ദ നീഡ്സ് ഓഫ് ഏഷ്യൻ ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസ്. ഏഷ്യൻ ആൻഡ് തേർഡ് വേൾഡ് കൺട്രീസിൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ബാങ്ക് ആയിരുന്നു BCCI എന്നുള്ളത്. അവരുടെ കോർപ്പറേറ്റ് ഫെയിലിയർ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊക്കെ ഇൻ ഡീറ്റെയിൽ ഭയങ്കര എലാബറേറ്റഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാതെ പഠിച്ചു വെക്കേണ്ടതായിട്ടുള്ളൊരു നെസസിറ്റി ഇല്ല. ജസ്റ്റ് നിങ്ങളത് ഒന്ന് വായിച്ചു പോയാൽ റിയൽ ലൈഫ് ഇതാണല്ലോ, നമുക്ക് കുറേയൊക്കെ മനസ്സിലാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. സോ റീസൺസ് ഫോർ ഫെയിലിയർ, ഈ BCCIയുടെ ഈ കോർപ്പറേറ്റ് ഫെയിലിയറിൻ്റെ റീസൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ലാക്ക് ഓഫ് വിജിലൻസ് ബൈ റെഗുലേറ്റേഴ്സിൻ്റെ ഒരു ശ്രദ്ധ, അതിന് പ്രോപ്പർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കീപ്പ് ചെയ്ത് പോവാതെ അശ്രദ്ധമായിട്ട് പെരുമാറിയത് കൊണ്ടുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സുപ്രമസി ഓഫ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ CEO അങ്ങനെയുള്ള ആൾക്കാരുടെ ചിലരിങ്ങനെ എന്താ പറയുക, അതോറിറ്റി വെച്ചിട്ട് നിൽക്കുമ്പോഴേക്കും അവരുടെ പേഴ്സണൽ വിഷ് ആയിരിക്കും മറ്റുള്ളവരുടെ പബ്ലിക്കിൻ്റെ മണി യൂസ് ചെയ്ത് നടക്കാൻ പോകുന്നത്. അവരുടെ പേഴ്സണൽ ചോയ്സിലേക്ക് മാത്രം കാര്യങ്ങൾ ഒതുങ്ങി പോകുമ്പോൾ ഓഫ് കോഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെയും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ എക്സ്പെക്റ്റേഷൻസ് സാറ്റിസ്ഫൈ ആവില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പിന്നെ ലാക്ക് ഓഫ് അറ്റൻഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. നമ്മൾ പാർട്ട് എയിൽ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ആരാണ് ഒരു ഓഡിറ്റർ എങ്ങനെ ഇരിക്കണം, ഓഡിറ്റർ എങ്ങനെ, അതിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫീച്ചേഴ്സ്, ഒരു ഓഡിറ്റർ എങ്ങനെ ആയിരിക്കണം, കോമൺ ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു.
അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിക്കുന്നത് കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കാം, കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിക്കാം. അതാണ് ഈ കേസിലും സംഭവിച്ചത്. പിന്നെ ലേസിനെസ് ഓഫ് ബോഡി, ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എന്താണ് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് ടുവേർഡ്സ് ദ എൻഡ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. ലാക്ക് ഓഫ് വിജിലൻസ് ഓഫ് റെഗുലേറ്റേഴ്സ്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു അശ്രദ്ധ മൂലം, അതുപോലെ തന്നെ സൂപ്രമസി ഓഫ് പ്രൊമോട്ടേഴ്സ്, ചിലർ അതോറിറ്റിയിൽ വന്ന് നിന്നിട്ട് അവരുടെ മാത്രം താല്പര്യങ്ങൾ എടുത്ത് വെച്ചത് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. അതുപോലെ തന്നെ ബോർഡിൻ്റെ കമ്മിറ്റിയുടെ ഒരു ലേസിനെസ്സും ഇവിടെ കോർപ്പറേറ്റ് ഫെയിലിയർ ഓഫ് BCCIയുടെ റീസൺസ് ആണ്. ഓക്കെ, ദെൻ മാക്സ്വെൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മീഡിയ കമ്പനി ആയിരുന്നു. അതിന് മോർ ദൻ 400 കമ്പനീസ് അതിൻ്റെ അണ്ടറിലുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു 400 കമ്പനീസിനെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എന്ന് പറയുന്നത് മിറർ ഗ്രൂപ്പ്, ദെൻ മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ, റോബർട്ട് മാക്സ്വെൽ കമ്മ്യൂണിക്കേഷൻ. ഇതിനെപ്പറ്റിയും ഈ പറഞ്ഞ പോലെ ഓരോ കമ്പനിയുടെയും ഹിസ്റ്ററിനെ പറ്റിയും ഡീറ്റെയിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ചിട്ട് പോകുക എന്നുള്ളത് ഉറപ്പാക്കുക. ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? കോൺസെൻട്രേറ്റഡ് ഓൺ സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാളുടെ താല്പര്യത്തിലേക്ക് മാത്രം എന്താണ് പബ്ലിക്കിൻ്റെ മണി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഎഫിഷ്യൻറ്റ് മോഡ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ലേസിനെസ്, BCCIയുടെ കേസിൽ സംഭവിച്ച പോലെ തന്നെ ലേസിനെസ് ഇവിടെ ഇൻഎഫിഷ്യൻ്റ് ആയിരുന്നു. ദെൻ അൺഎത്തിക്കൽ യൂസേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്, ആരായിരിക്കും മേ ബി പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഓഡിറ്ററിൻ്റെയും ഒരു നെഗ്ലക്റ്റ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. ഹൈ റേറ്റ് ഓഫ് ബോറോയിങ് ആൻഡ് ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ഇൻ ദ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ് എമംഗ് കമ്പനീസ് ഓഫ് മാക്സ്വെൽ എംപയർ ആൻഡ് ഇഷ്യൂസ് ഇൻ ഓഡിറ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം ഇതിൻ്റെ ഒരു കാരണമായിരുന്നു. ദെൻ എൻറോൺ USA നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സ്പെഷ്യലൈസ്ഡ് ഇൻ നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി മാർക്കറ്റിംഗ് ആൻഡ് എനർജി ആൻഡ് അതർ ഫിസിക്കൽ കമ്മോഡിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു ആ ഒരു കമ്പനി കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, സ്പെഷ്യലൈസ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായ ഒരു ഫെയിലിയറിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂസേജ് ഓഫ് മിസ്ലീഡിങ് അക്കൗണ്ടിങ് പോളിസീസ് മിസ്ലീഡ് ചെയ്തതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രാക്ടീസ് ഓഫ് മാർക്കറ്റ് ടു മാർക്കറ്റ് അക്കൗണ്ടിങ് ടെക്നിക് ടു കവർ എ ബിഗ് എമൗണ്ട് ഓഫ് ലോസസ്, അവർക്ക് ഒരുപാട് ലോസസ് ഉണ്ടായിരുന്നു. അത് അവർ വളരെ വിദഗ്ധമായിട്ട് തന്നെ കവർ ചെയ്യുകയും ചെയ്തു. നമ്മൾ ആദ്യം പഠിച്ചു ഫ്രോഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം കോർപ്പറേറ്റ് ഫെയിലിയറിൻ്റെ പ്രൈം ആയിട്ടുള്ള ഒരു റീസൺ ആണ്. അപ്പം ഇവർക്കുണ്ടായ മാർക്കറ്റ് ലോസുകൾ, എമൗണ്ട് ഓഫ് ലോസുകളൊക്കെ അവർ വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തു. ഓക്കെ, പിന്നെ സത്യം കമ്പ്യൂട്ടർ സർവീസസ് ലിമിറ്റഡ്, അതൊരു ലാർജസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് കൺസൾട്ടൻസി കമ്പനിയാണ്. ഈ വിപ്രോ, അതുപോലെ തന്നെ ഇൻഫോസിസ്, TCS പോലെയുള്ള കമ്പനികളെ പോലെ ഉള്ള ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടൻറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു എന്താ പറയുക സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി ആയിരുന്നു സത്യം കമ്പ്യൂട്ടേഴ്സ് സർവീസ് ലിമിറ്റഡ്. അവിടെ ഉണ്ടായത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്സ്, പക്ക ഫ്രോഡ് തന്നെ നമുക്ക് പറയാം. മിസ്റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് ഉണ്ടായിരുന്നു. എംബിൾസ്മെൻറ്റ് ഓഫ് ഫണ്ട്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കമ്പനിയുടെ വളരെ കോറായിട്ടുള്ള, വളരെ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള, പബ്ലിക്കിലേക്ക് അധികം ഇട്ടിട്ടില്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ ആക്സസ് ഉള്ള ആൾക്കാർ, എംപ്ലോയീസ് ആവാം, ഭയങ്കര മാനേജ്മെൻറ്റ് ലെവലിൽ നിൽക്കുന്ന എംപ്ലോയീസ് ആണെങ്കിൽ പോലും ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസിൽ ആക്സസ് അവർക്കുണ്ട്. അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഫണ്ട് കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്തു എന്ന് തന്നെ പറയാം. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അക്കൗണ്ടിങ് മാൽ പ്രാക്ടീസസ് ആൻഡ് ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ടു ആൻ എക്സ്റ്റെൻറ്റ് ഓഡിറ്റിംഗ് വിജിലൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. സോ ആ ഒരു ഭാഗത്തും എന്ത് സംഭവിച്ചു, ഒരു വീഴ്ച സംഭവിച്ചു. അതുകൊണ്ട് സത്യം കമ്പ്യൂട്ടർ സർവീസ് ലിമിറ്റഡ് ആ ഒരു കമ്പനിയിലും എന്ത് സംഭവിച്ചു, കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിച്ചു. Yes, then Tata Finance basically engaged in the hire purchase business. Tata Finance in the business is basically hire purchase business of commercial vehicles, plant and machinery, consumer durable, two-wheelers. Hire purchase business ആയിരുന്നു മെയിനായിട്ട്. അവിടെ ഉണ്ടായിരുന്ന ഫെയിലിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ പുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ബൈ മാനേജ്മെൻറ്റ്, നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കമ്പനിയുടെ വെൽ ഫങ്ഷനിങ്ങിന് എടുക്കേണ്ട കുറച്ച് ഡിസിഷൻസ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ എന്ത് സംഭവിച്ചു, വീഴ്ച സംഭവിച്ചു, തെറ്റ് സംഭവിച്ചു. ദെൻ ഇൻസൈഡർ ട്രേഡിംഗ്, നമ്മൾ ബൈ ദ കമ്പനി എക്സിക്യൂട്ടീവ്, കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് എന്ത് ചെയ്തു, അവർക്ക് ആക്സസ് ഉള്ള കമ്പനിയുടെ വളരെ കോറായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്തു, മിസ്യൂസ് ചെയ്തു നമ്മൾ മനസ്സിലാക്കണം. കൺസീൽമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഫാക്ട്സ് ആൻഡ്
ബാക്ക് ഡേറ്റഡ് സെയിൽസ്. മെറ്റീരിയൽ ഫാക്ട്സ് കൺസീൽ ചെയ്തു. ഇവിടെയും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തു നിന്നും എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ വിജിലൻ്റ് ആയിരുന്നെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടെ എന്ത് പറയുക പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഓക്കെ, ദെൻ ഫിഷർ എയർലൈൻസ് പ്രൈവറ്റ്ലി ഓൺഡ് എയർലൈൻ കമ്പനിയാണ്. ലാക്ക് ഓഫ് കൺട്രോൾ ഇൻ കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മുടെ ഇൻകത്തിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്തിനാണ് അല്ലേ? സോ അവിടെ ഒരു കോസ്റ്റ് കൺട്രോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ആൻഡ് അൺപ്ലാൻഡ് അക്വിസിഷൻ കോമ്പറ്റീഷൻ, അത് രണ്ടുമായിരുന്നു ഫിഷർ എയർലൈൻസിൻ്റെ കോർപ്പറേറ്റ് ഫെയിലിയറിന് കാരണമായിരുന്നത്. ദെൻ കോമൺ ഗവേണൻസ് പ്രോബ്ലം നോട്ടീസ് ഇൻ വെയിറ്റ്. ഈ ഇപ്പം നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് ഫെയിലിയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കുറച്ചധികം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. റെഗുലേറ്റേഴ്സ് മിസ്റ്റേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞപ്പോൾ അതായത് ലേസിനെസ് ഓഫ് ബോർഡ്, അതുപോലെ തന്നെ സുപ്രമസി ഓഫ് പ്രൊമോട്ടേഴ്സിന് എന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ആൻഡ് ഇതിനകത്തു നിന്നും ഇത് ഓരോന്നും എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. കോമൺ ഗവേണൻസ് പ്രോബ്ലംസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെഗുലേറ്റേഴ്സിൻ്റെ മിസ്റ്റേക്ക്, ലാക്ക് ഓഫ് റെഗുലേറ്റേഴ്സിൻ്റെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ റെഗുലേഷനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും മസ്റ്റാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കമ്പനിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ഈ പറഞ്ഞ പോലെ റെഗുലേഷൻസ് ഉണ്ടായാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതില്ലാതെ വരുമ്പോഴാണ് റെഗുലേറ്റേഴ്സിന് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. ലാക്ക് ഓഫ് റെഗുലേഷൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സുപ്രമസി ഓഫ് CEO അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊമോട്ടേഴ്സ്, അങ്ങനെയുള്ള ഒരു സുപ്രമസി, ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ സുപ്രമസി അവിടെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മേ ഫേവർ ആൻഡ് ഇംപ്ലിമെൻറ്റ് ഹിസ് ഓൺ വിഷസ് യൂസിങ് പബ്ലിക് മണി. പബ്ലിക്കിൻ്റെ മണി യൂസ് ചെയ്തിട്ട് അവരുടെ തന്നെ വിഷ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കും. അപ്പം കസ്റ്റമേഴ്സിൻ്റെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും ബാക്കി ക്രെഡിറ്റേഴ്സിൻ്റെയൊക്കെ വിഷ് എന്ന് പറയുന്നത് സെക്കൻഡറി ആയിട്ട് നിൽക്കും അല്ലേ? യെസ്. ആൻഡ് അതിനൊരു എന്താ പറയുക സൊല്യൂഷനായിട്ട് പറയുന്നത് സെപ്പറേഷൻ ഓഫ് ഓണേഴ്സ് ആൻഡ് ചെയർമാൻ ഓഫ് ബോർഡ് ഈസ് ഹൈലി എസെൻഷ്യൽ ടു എൻഷുർ ഫെയർനെസ് ആൻഡ് ട്രാൻസ്പെറൻസിയും ഫെയർനെസ്സും എൻഷുർ ചെയ്യാനായിട്ട് എന്ത് വേണം? ബോർഡും അല്ലെങ്കിൽ ചെയർമാനും ഈ ഓണേഴ്സും തമ്മിലുള്ളൊരു സെപ്പറേഷൻ വേണം എന്നുള്ളതാണ് പറയുന്നത്. അവർ തമ്മിൽ കൈകോർത്താൽ വളരെ മനോഹരമായിട്ട് പബ്ലിക്കിനെ, അതായത് പബ്ലിക് എന്ന് പറയുമ്പോൾ അവരുടെ ഇൻവെസ്റ്റേഴ്സിനെ അവരെ വിശ്വസിച്ച് നിൽക്കുന്ന അവരുടെ കസ്റ്റമേഴ്സിനെയൊക്കെ ഈസി ആയിട്ട് ചീറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ വിശദമായിട്ടൊന്നും പറയേണ്ടല്ലോ. നമ്മൾ ഓഡിറ്റിംഗ് എന്താണ്, ഓഡിറ്ററിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, അയാളുടെ ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, മറ്റുള്ള തേർഡ് പാർട്ടീസിനോടുള്ള ലയബിലിറ്റീസ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഓഡിറ്റർ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിലാണ്, അതിലേതെങ്കിലുമൊക്കെ മിസ്സാവുന്ന സാഹചര്യത്തിലാണ് എന്ത് സംഭവിക്കുന്നത്? ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. യെസ്. പിന്നെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പ്, അത് നമ്മൾ ഈ പറഞ്ഞ പോലെ സുപ്രമസി എന്ന് പറഞ്ഞതുപോലെ ഓണേഴ്സ് തന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു സിംഗിൾ ഓണർഷിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പവേഴ്സ് വെസ്റ്റഡ് ഇൻ ഫ്യൂ ഹാൻഡ്സ്, ചില ആൾക്കാരുടെ മാത്രം കയ്യിലാണ് പവർ, വോട്ടിംഗ് പവേഴ്സ് അവരുടെ പേഴ്സണൽ ചോയ്സിന് വേണ്ടി എന്ത് ചെയ്യും? അവർ യൂസ് ചെയ്യും. അപ്പോൾ ബാക്കിയുള്ളവർ അവരുടെ ഇൻട്രസ്റ്റ് ഓഫ് കോഴ്സ് അത് സാറ്റിസ്ഫൈ ആവാതെ തന്നെ പോവും. പിന്നെ ഇൻകോമ്പിറ്റൻറ്റ് ബോർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞു ലേസിനെസ് ഉള്ള ബോർഡാണെന്നുണ്ടെങ്കിൽ, ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോർഡ് കമ്മിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർപ്പറേറ്റ് ഫെയിലിയർ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലേ? സോ ഇഫ് ബോർഡ് ആർ ലേസി എൻ്റയർ ഓർഗനൈസേഷൻ മേ ഫേസ് ദ പ്രോബ്ലം ഓഫ് ഗുഡ് കണ്ടക്ട്. ബോർഡ് പക്ക ആണെന്നുണ്ടെങ്കിൽ ടു ആൻ എക്സ്റ്റെൻറ്റ് ഒരു ബോർഡ് ഒരുമിച്ച് നിൽക്കാം. ബോർഡിനകത്ത് എന്താ പറയുക ഒരുപാട് എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവും. എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ നോൺ എക്സിക്യൂട്ടീവ്സും ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് കോഡ്സ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇവർ ഒരുമിച്ച് നിന്ന് നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ തന്നെ ബാക്കി വരുന്ന മിസ്റ്റേക്സുകൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഫെയിലിയേഴ്സ്, ഫ്രോഡ് കാര്യങ്ങളൊക്കെ ടു ആൻ എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മിസ്ലീഡിങ് അക്കൗണ്ടിങ് പോളിസീസ്, കൺസിസ്റ്റൻസി ആൻഡ് ക്ലാരിറ്റി അക്കൗണ്ടിങ് പോളിസീസിൽ എന്ത് വേണം? കൺസിസ്റ്റൻസി വേണം, ക്ലാരിറ്റി വേണം. അതിൽ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതും കോർപ്പറേറ്റ് ഫെയിലിയർ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ്. ദെൻ പുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടതുണ്ട്. ഫിനാൻഷ്യൽ ഡിസിഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അങ്ങനെ ഒരുപാട് ഡിസിഷൻസ് നമ്മൾ എടുക്കേണ്ടതുണ്ട് ഒരു കമ്പനി നമ്മൾ റൺ ചെയ്ത് പോകുമ്പോൾ. അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുമ്പോൾ ക്രൂഷ്യലാണ്. ആ ഒരു ഡിസിഷനിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് അത്രയും തന്നെ കോർ ആയിരിക്കും.
എക്സോർബിറ്റൻറ്റ് റേറ്റ് ഓഫ് ബോറോയിങ്, അതുപോലെ അതായത് ഹൈ റേറ്റിൽ നമ്മൾ ബോറോയിങ് എടുക്കുന്നത് ഒരു ലോങ് ടേം സബ്സ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി, ഒരു ലോങ് ടേം എക്സിസ്റ്റൻസിന് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമല്ല. എപ്പോഴും നമ്മൾ ബോറോയിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് റേറ്റ്, നമ്മളെപ്പോഴും നോർമലി ആണെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ബോറോ ചെയ്യുമ്പോൾ നമ്മൾ റേറ്റ് നോക്കും അല്ലേ, റേറ്റ് കുറവുള്ളിടത്തു നിന്നല്ലേ നമ്മൾ ബോറോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലൊരു വലിയൊരു കമ്പനിയുടെ കേസ് ആകുമ്പോഴത്തേക്കിനും ഓഫ് കോഴ്സ് ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി അതെന്താണെന്ന് കൂടെ നോക്കി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ്. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ചെറിയതെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. കോർപ്പറേറ്റ് ഫെയിലിയർ എന്താണെന്ന് മനസ്സിലാക്കുക, കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് വായിച്ചിരിക്കുക, അവിടെ എന്തുകൊണ്ടാണ് കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ്സ് പഠിക്കുക. ആ പോയിന്റ്സിലൊക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ എടുത്തിട്ട് അതിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് നമ്മൾ പഠിക്കുക. പിന്നെ ഇവിടെ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് വന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമല്ല, നമ്മൾ ഇതൊക്കെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഈസിയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നിങ്ങളൊരു 1 hour അല്ലെങ്കിൽ ഒരു 1.5 hour ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഇനി എക്സാമിൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല, ബട്ട് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണല്ലോ. ഇനി കോൺസെൻട്രേറ്റ് ചെയ്യണേ ഇപ്പോൾ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലാണ്. സോ അടുത്ത് നമുക്ക് കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണെന്ന് നോക്കാം. സോ കോഡ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ്, അതായത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് ആദ്യം ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു ടേം ഒന്നും ഫെമിലിയർ അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മിസ്കണ്ടക്ട്, അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേക്കിനും ഇൻവെസ്റ്റേഴ്സിന് കാര്യം മനസ്സിലായി, ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് മനസ്സിലായിട്ടാണ് അവരെന്ത് ചെയ്തത്, കമ്മിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ സക്സസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോപ്പർ കോർപ്പറേറ്റ് ഗവർണൻസ് നടത്തിക്കൊണ്ട് പോകാനായിട്ട്, അതിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതിൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് വേരിയസ് കമ്മിറ്റീസ്, പല പല ഗവൺമെൻറ്റ്സ്, ഓരോ രാജ്യത്തെയും ഗവൺമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഓരോ കമ്മിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദ മിസ്കണ്ടക്ട് ആൻഡ് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ കോർപ്പറേറ്റ് സെക്ടർ ഹാവ് ക്രിയേറ്റഡ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്. ആസ് എ റിസൾട്ട് കമ്പനീസ് വെയർ അപ്പോയിൻറ്റഡ് ബൈ ദ വേരിയസ് ഗവൺമെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് UK ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സർ അഡ്രിയൻ കാഡ്ബറി കമ്മിറ്റി എന്നായിരുന്നു കമ്മിറ്റിയുടെ പേര്. അതായത് കാഡ്ബറി കമ്മിറ്റി റിപ്പോർട്ട് 1992 എന്തൊക്കെയാണ് എന്ന് പറയുന്നത് എന്ന് നോക്കിയാൽ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബോർഡിൽ മിനിമം 3 നോൺ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവും തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റീസ് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓൾസോ റെമ്യൂണറേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ ഒരു സബ് കമ്മിറ്റി ആയിട്ട്. ദെൻ നോമിനേഷൻ കമ്മിറ്റി കംപ്ലീറ്റ് ദ കോഡ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസ്. ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ആയിരുന്നു ഈ കാഡ്ബറി റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഈ കാഡ്ബറി റിപ്പോർട്ടിൻ്റെ പോലെ തന്നെ ഗ്രീൻബറി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് 1995 ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്താണ് പറയുന്നത് നോക്കിയാൽ, റെമ്യൂണറേഷൻ കമ്മിറ്റിയിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതായിരുന്നു ഗ്രീൻബറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്നുള്ളത്. ദെൻ ഹെഡ് ഷുഡ് ആൻസർ ക്വസ്റ്റ്യൻസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ AGM, ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത്. ഹെഡ് എന്ന് പറയുമ്പോൾ ഈ റെമ്യൂണറേഷൻ കമ്മിറ്റിയുടെ ഹെഡ്സ് ഇവർക്ക് എന്ത് ചെയ്യണം, പ്രോപ്പർ ഇവർ ഷെയർ ഹോൾഡേഴ്സിനുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് കൊടുക്കണം, അവരുടെ ക്വസ്റ്റ്യൻസിനെല്ലാം ആൻസറബിൾ ആയിരിക്കണം എന്നുള്ളതും ഗ്രീൻബറി കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ടായിരുന്നു. ദെൻ ആനുവൽ റിപ്പോർട്ടിൽ ഓരോ ഡയറക്ടേഴ്സിൻ്റെ എല്ലാ റെമ്യൂണറേഷൻ മെൻഷൻ ചെയ്യണം എന്നുള്ളതും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഡയറക്ടേഴ്സ് കോൺട്രാക്റ്റ് മാക്സിമം 1 ഇയറിൽ കൂടുതൽ കൊണ്ടുപോകരുത്, അതനുസരിച്ചിട്ട് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിലും റെക്കമെൻഡേഷൻ കൊടുത്തത് ഗ്രീൻബറി കമ്മിറ്റീസ് ആണ്. മെയിൻ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹാമ്പൽ റിപ്പോർട്ട് 1998 വർഷവും നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ കാഡ്ബറി റിപ്പോർട്ട് എന്ന് പറയുന്നത് 1992 ആയിരുന്നു. ദെൻ ഗ്രീൻബറി വന്നിട്ട് 1995 ആയിരുന്നു. ദെൻ ഹാമ്പൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് 1998 ഓരോ 3 ഇയർ കഴിഞ്ഞപ്പോഴായിരുന്നു എന്നുള്ളത് മാത്രം ഓർത്തുക. 92 തൊട്ട് 98 വരെ ഈ 3 കമ്മിറ്റിയുടെ കാര്യമൊന്നും ഓർത്ത് വെച്ചിരിക്കുക. വർഷം ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞതാണ്. ഒരു 3 ഇയർ ഗ്യാപ്പിൽ
ആണ് നമ്മൾ ഇയർ ഓർത്തിരിക്കുന്നത്. കാഡ്ബറി, ഗ്രീൻബറി ആൻഡ് ഹാമ്പൽ. ഓക്കെ, അവിടെ പറഞ്ഞത് ബോർഡ് പ്രിൻസിപ്പിൾ റാദർ ദാൻ റൂൾസ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസിനേക്കാൾ കൂടുതലായിട്ട് ബോർഡ് നന്നായിട്ട് ആക്റ്റീവായിട്ട് നിന്ന് അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കും കൂടുതൽ പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു. പിന്നെ സെപ്പറേഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എവിടെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റീസ് അമംഗ് ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവിനെയും ചെയർമാനും തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ഹാമ്പിൾ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ബോർഡ് ഇസ് അക്കൗണ്ടബിൾ ടു കമ്പനി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് റെസ്പോൺസിബിൾ ആവുന്നത്, അവരോട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവേണ്ടത് ആർക്കാണ്? ബോർഡിനാണ്. അവരോട് ആൻസറബിലിറ്റി ഉണ്ടാവേണ്ടത് ബോർഡിനാണ് എന്നുള്ളതും ഹാമ്പിൾ റിപ്പോർട്ടാണ്. ഹാമ്പിൾ റിപ്പോർട്ട് എംബസൈസ് ചെയ്യുന്ന മറ്റൊരു കാര്യം സെൽഫ് റെഗുലേഷനും ഹാമ്പിൾ റിപ്പോർട്ട് എംബസൈസ് ചെയ്യുന്നു. ദെൻ UK കമ്പൈൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് 1998 ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് ഈ 3 റെക്കമെൻഡേഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് കാഡ്ബറി, ഗ്രീൻബറി ആൻഡ് ഹാമ്പിൾ റെക്കമെൻഡേഷൻ്റെ ഒരു കോമ്പിനേഷനാണ് UK കമ്പൈൻഡ് കോഡ് 1998 എന്നുള്ളത്. അവിടെ മേജർ ഫിലോസഫിക്കൽ അണ്ടർപിന്നിങ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് എന്ന് പറഞ്ഞിട്ടൊരു ടേം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ദ കോഡ്, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ചെയ്യുക, ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ വൈ നോട്ട് എന്നുള്ളൊരു ടേം. അപ്ലൈ ദ കോഡ് ഓർ എക്സ്പ്ലെയിൻ വൈ നോട്ട്, അതെന്താണ്? മേജർ ഫിലോസഫിക്കൽ അണ്ടർപിന്നിങ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ്. ഓക്കെ, ദെൻ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ, അതായത് OECD കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അതിലെന്തൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ഗവർണൻസ് ഫ്രെയിംവർക്ക്. കോർപ്പറേറ്റ് ഗവർണൻസ് കറക്റ്റായിട്ട് നടക്കുന്നതിന് മുമ്പ് അതിനൊരു പ്രോപ്പർ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടുമുള്ള ഒരു എന്ത് ചെയ്യുക, ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ പ്രൊട്ടക്ട് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെ എന്ത് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, എല്ലാ ഷെയർ ഹോൾഡേഴ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് അല്ലേ, അതിൽ എല്ലാ കൈൻഡ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്തതും ഈ പറഞ്ഞ പോലെ OECD കോഡായിരുന്നു. ദെൻ റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഷുഡ് ബി റെക്കഗ്നൈസ്ഡ്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് ഡിസ്ക്ലോഷർ ആൻഡ് ട്രാൻസ്പെറൻസിയും ഈ OECD ഒരു റിപ്പോർട്ടാണ്. ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് ഇൻ ഇന്ത്യയിലുള്ള കുറച്ച് കോർപ്പറേറ്റ് ഗവർണൻസ് കോഡിനെ പറ്റിയാണ് നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ CII കോഡ്, അതായത് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് കോഡ് 1998, അതും 1998 ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് എന്നായിരുന്നു? 1992 ദാറ്റ് വാസ് കാഡ്ബറി കമ്മിറ്റി ബൈ UK. ഓക്കെ, അത് കഴിഞ്ഞിട്ട് UK. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1995 ഉണ്ടായിരുന്നു ഗ്രീൻബറി കമ്മിറ്റി. ഹാമ്പിൾ കമ്മിറ്റി 1998 ഉണ്ടായിരുന്നു. ഹാമ്പിൾ കമ്മിറ്റി അതുപോലെ തന്നെ ഗ്രീൻബറി ആൻഡ് കാഡ്ബറിയുടെ എല്ലാം കോമ്പിനേഷനായിട്ട് UK കമ്പൈൻഡ് ബോർഡ് 1998 ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത് CII, കോൺഫെഡറേഷൻ ഓഫ് എന്താണ്, ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഫോർ സബ്മിറ്റിംഗ് റിപ്പോർട്ട് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ്. കോർപ്പറേറ്റ് ഗവർണൻസിൻ്റെ എന്താ പറയുക, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ആണ്. അത് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ, സ്പെഷ്യലി ഒന്നുമില്ല. അവരുടെ ആ ഒരു ടൈറ്റിൽ, അവർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവർണൻസ് എ കോഡ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു ടൈറ്റിൽ. ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ കുമാർ മംഗളം ബിർള കമ്മിറ്റി 1999, 98 കഴിഞ്ഞിട്ട് 1999 തൊട്ടടുത്ത വർഷം തന്നെ ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? സെബി ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. സെബി അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കുമാർ മംഗളം ബിർള കമ്മിറ്റി 1999. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ്. കോർപ്പറേറ്റ് ഗവർണൻസ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യാനും ഗവൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവർ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രോപ്പർ കോർപ്പറേറ്റ് ഗവർണൻസ് സക്സസ്ഫുൾ ആയിട്ട് പോകാനും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആസ്പെക്റ്റ് എന്ന് പറയുന്നത്, 3 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇവർ 3 പേരുമാണ് ഒരു സക്സസ്ഫുൾ കോർപ്പറേറ്റ് ഗവർണൻസ് നടത്തിക്കൊണ്ട് പോകാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എന്നുള്ളതാണ് ആര് പറയുന്നത്? കുമാർ മംഗളം ബിർള കമ്മിറ്റി 1999. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള കോഡിൽ 2 പഠിച്ചു. 1998 CII കോഡ്, 1999 കുമാർ മംഗളം ബിർള കമ്മിറ്റി. ദെൻ നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002 വന്നിട്ട് സജസ്റ്റ് വേരിയസ് അമെൻമെൻറ്റ്സ് ഓൺ ഓഡിറ്റർ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ്. ഓഡിറ്റർ ക്ലയൻറ്റ് റിലേഷൻഷിപ്പിൽ അമെൻമെൻറ്റ്സ് കൊണ്ടുവരിക. അതുപോലെ തന്നെ റോൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിലും സജഷൻസ്, അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആരായിരുന്നു? നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002.
ഓക്കെ, നാരായൺ മൂർത്തി കമ്മിറ്റിയിൽ എന്തായിരുന്നു? ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെന്റ് സജസ്റ്റ് ഇംപ്രവൈസേഷൻ ഫോർ കോർപ്പറേറ്റ് ഗവർണൻസ്. ഒരു കോർപ്പറേറ്റിന് വേണ്ടിയിട്ട് ഇംപ്രവൈസേഷൻസ് കൊണ്ടുവരും. അതുപോലെ തന്നെ അവരുടെ ഒരു മെയിൻ വർക്ക് എന്ന് പറയുന്നത് ക്ലോസ് 49 ലിസ്റ്റിംഗ് എഗ്രിമെന്റ് എന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. ദെൻ സെക്കൻഡ് ലാസ്റ്റ് വൺ ജെ ജെ ഇറാനി കമ്മിറ്റി 2005 അത് ആരാണ് ചെയ്തത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊവിഷൻസ് ഓഫ് കമ്പനി ലോയുടെ പ്രൊവിഷൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ജെ ജെ ഇറാനി കമ്മിറ്റി 2005 ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മിറ്റീസ് ഏതൊക്കെയായിരുന്നു? CII 1998, അതുപോലെ തന്നെ കുമാർ മംഗലം ബിർള കമ്മിറ്റി 1999, വന്നിട്ട് 2002 നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002, 2003 നാരായൺ മൂർത്തി കമ്മിറ്റി ഉണ്ട്. ദെൻ 2005 ജെ ജെ ഇറാനി കമ്മിറ്റി. ദെൻ ലാസ്റ്റ് വൺ 2017 ഉദയ് കോത്തക് കമ്മിറ്റി. അത് സെബിയാണ്. അതിനകത്ത് 21 മെമ്പേഴ്സ് ഉണ്ട്. അത് പ്രത്യേകിച്ച് എന്തിനാണ് എന്നുള്ളത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. അവരുടെ റെക്കമെൻഡേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇതിൻ്റെയൊക്കെ ഈ ഓരോ കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ്, ഈ ഓരോ കമ്മിറ്റിയും കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അതിനകത്ത് എല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ സെപ്പറേറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതൊന്ന് വായിച്ചു പോവുക. എന്തെങ്കിലും ഡൗട്ടുള്ള ഏരിയ പോർഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മേജർ കോർപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. മേജർ കോർപ്പറേറ്റ് ഗവർണൻസിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയത് എന്താണ് കോർപ്പറേറ്റ് ഫെയിലിയർ എന്ന്, കോർപ്പറേറ്റ് ഗവർണൻസ് എന്താണ് നമ്മൾ ഫസ്റ്റ് ഇത് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഫെയിലിയർ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എക്സ്പെക്റ്റേഷൻസ്, കസ്റ്റമേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് കോർപ്പറേറ്റ് ഫെയിലിയർ സംഭവിക്കുക എന്നുള്ളത്. അതിനൊരു പ്രൈം റീസൺ ഫ്രോഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫ്രോഡിൻ്റെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഡിസെപ്ഷൻ, കോൺഫിഡൻസ് ആൻഡ് കണ്ണിങ് ഓർ ട്രിക്കറി. പിന്നെ നമ്മൾ കുറച്ച് കോർപ്പറേറ്റ് ഫെയിലിയേഴ്സിനെ പറ്റി പഠിച്ചു. BCCI UK, അതുപോലെ തന്നെ മാക്സ്വെൽ കോർപ്പറേഷൻ, എൻറോൺ USA, സത്യം കമ്പ്യൂട്ടർ സർവീസ് ലിമിറ്റഡ്, ടാറ്റ ഫിനാൻസ്, ദെൻ ഫിഷർ എയർലൈൻസ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഇങ്ങനെ കുറച്ച് കോമൺ ഫെയിലിയേഴ്സിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവർണൻസ് ഫെയിലിയർ കമ്പനീസിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് പ്രോബ്ലംസിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. റെഗുലേറ്റേഴ്സ് മിസ്റ്റേക്ക്, സുപ്രമസി ഓഫ് CEO, ലാക്ക് ഓഫ് വിജിലൻസ് ബൈ ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ കോൺസെൻട്രേറ്റഡ് ഓണർഷിപ്പ്. ദെൻ എന്തായിരുന്നു? മിസ്ലീഡിംഗ് അക്കൗണ്ടിംഗ് പോളിസീസ്, ഇൻസൈഡർ ട്രേഡിംഗ്, പുവർ ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ്, പിന്നെ എക്സോർബിറ്റൻറ്റ് റേറ്റ് ഓഫ് ബോറോയിങ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്നും അതിൻ്റെ കുറച്ച് തിയറിയും കൂടെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണെന്ന് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ നിങ്ങൾക്ക് ഈ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നോട്ട് വെച്ചിട്ട് പഠിക്കാം. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നിന്ന് വായിക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കാം. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുക. ദെൻ ഓരോ കമ്മിറ്റിയുടെയും റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് സ്റ്റാൻഡേർഡ്സ് ഓൺ കോർപ്പറേറ്റ് ഗവർണൻസ് ഏതൊക്കെയായിരുന്നു? കാഡ്ബറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഗ്രീൻബെറി റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ഹാമ്പൽ റിപ്പോർട്ട്. ഇതിൻ്റെ എല്ലാം കോമ്പൈൻഡ് ആയിട്ടുള്ള UK കോമ്പൈൻഡ് കോഡ് ഉണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ OECD കോഡിൽ എന്തൊക്കെയായിരുന്നു ഇമ്പോർട്ടൻ്റ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ അവർ കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് കോഡ് നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? 1998 CII കോഡ്, അതുപോലെ തന്നെ 1999 കുമാർ മംഗളം ബിർള കമ്മിറ്റി, ദെൻ നരേഷ് ചന്ദ്ര കമ്മിറ്റി 2002 ആൻഡ് നാരായൺ മൂർത്തി കമ്മിറ്റി 2003, 2005 ജെ ജെ ഇറാനി കമ്മിറ്റി, ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2017 ഉദയ് കോത്തക് കമ്മിറ്റി. ഇവരുടെയൊക്കെ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കാം. സോ ഇത്രയും മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഇത്രയൊക്കെയാണ്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഇതിൻ്റെ കൂടുതൽ നമ്മൾ ഓഡിറ്റിങ്ങും കൂടെ റിവൈസ് ചെയ്ത് പോവുക. ബാക്കിയുള്ള സബ്ജക്ട്സും അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്.